എന്തുകൊണ്ട് നമ്മൾ മുസ്ലിം ലോകം ഇന്ന് ഇസ്രായേലിൻ്റെയും സയനിസ്റ്റുകളെ മുന്നിലും തലതാഴ്ത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ചതിയന്മാർ. നമ്മുടെ രാജാക്കന്മാർ, അറബ് രാജാക്കന്മാരാ ചതിയന്മാർ. ഇതിവിടെ ഞാൻ പലവട്ടം പ്രസംഗിച്ചപ്പോൾ ഇവിടുത്തെ പല ആളുകളും എനിക്കെതിരെ കൊഞ്ഞനം കുത്തി. ഇപ്പം എന്തായി? അന്തളോന് ബോധ്യപ്പെട്ടു ആരാണ് ഇവിടെ കളിക്കുന്നത്. 1948 മെയ് 14 എന്തുണ്ടാവുന്നത്? ഇസ്രായേൽ ഉണ്ടാവുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്രായേലുമായി ചങ്ങാത്തം കൂടുന്ന അറബ് ഗോത്രങ്ങളുണ്ട്. അവരാണ് അറബികളെ രാജാക്കന്മാർ, അവരാണ് ചതിയന്മാർ. ഈ ചതിയന്മാരെ സംരക്ഷിക്കുകയാണ് കേരളത്തിലെ വഹാബികൾ. അവർക്ക് എന്താ ആ ജാതി രാജഭക്തി. ഇപ്പം ഉണ്ടാട്ടല്ല, ഇപ്പം എല്ലാവർക്കും തിരിഞ്ഞു. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ രാജാക്കന്മാരെല്ലാം അണിയറയിൽ ഇവരുമായി വലിയ ടൈപ്പിലാണ്. ഇല്ലെങ്കിൽ തൊടാൻ കഴിയില്ല. ഇവിടെ ഗസയിലെ പാവപ്പെട്ട കുട്ടികളെ അവർ കൊല്ലുന്ന സമയത്ത് അപ്പുറത്തുള്ളവർ തമ്മിൽ എന്താണ് ചഷകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി ഒരുമിച്ച് ഹായ് എന്ന് പറഞ്ഞിട്ട് കള്ളുടിക്കാണ്. അല്ലെങ്കിൽ അവർ പരസ്പരം ഒരു സുപ്രയിൽ ഭക്ഷണം കഴിക്കാണ്. കരാർ ഒപ്പിട്ടിട്ട് എന്ത് പറയാണ് ഹായ് എന്ന് പറഞ്ഞിട്ട് അവർ കെട്ടിപ്പിടിക്കാണ്. ഇവിടെ ഗസയിൽ എത്ര കാലായി അവരുമായി നയതന്ത്ര ബന്ധം നിലനിൽക്കാത്തൊരു കാലം അറബ് രാജാക്കന്മാർക്കില്ല. അവർ അതേ സമയത്ത് എന്ത് ചെയ്യും? അതേ സമയത്ത് അവര് ഈ സയനിസ്റ്റുകൾ ഗസയിലെ കുട്ടികളെ കൊല്ലും. പ്രശ്നാരാ? നമ്മൾ തന്നെ പ്രശ്നക്കാര്.